കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുധീഷും നിധിയും ജയന്തിയെ കാണാൻ എത്തിയിരിക്കുകയാണ്. പരസ്പരം കാണലും നിശ്ചയം കുറിക്കലും ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടാണല്ലോ നടന്നത്. ആരും പരസ്പരം മുഖം കണ്ട് മിണ്ടിയിട്ട് പോലുമില്ല. അതാ കുറച്ച് ഫ്രീ ആയിട്ട് കണ്ട് സംസാരിക്കാമെന്ന് വെച്ചതെന്ന് നിധി ജയന്തിയോടായി പറയുന്നുണ്ട്. മനസ്സിലായി, സംസാരിക്കാം. നിങ്ങൾക്ക് എന്ത് ചോദിക്കണോ അത് ചോദിച്ചോ എന്ന് ജയന്തിയും. അല്ല, ഈ കല്യാണം പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണല്ലോ. ബ്രോക്കറും കുടുംബക്കാരും ഒക്കെ ആയാലും അവസാനം വരെ ജീവിക്കേണ്ടത് നിങ്ങളാണല്ലോ. അപ്പോ നിങ്ങളുടെ മനപ്പൊരുത്തമാണല്ലോ പ്രധാനം. സുഭാഷ് ഏട്ടനെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അല്ലേ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് നിധി ചോദിക്കേ. അതെന്താ, സുഭാഷിന് വല്ല കുഴപ്പമുണ്ടോന്ന് ജയന്തി ചോദിക്കുക. അയ്യോ അതല്ല, നിങ്ങൾ തമ്മിൽ അങ്ങനെ പഴകുന്നതിന് സമയമുണ്ടായില്ലല്ലോ, അതാ എന്ന് നിധി പറയേ. ജയന്തിയും ചിരിയോടെ, ഞാൻ വെറുതെ ചോദിച്ചതാ, എനിക്ക് സുഭാഷിനെ ഇഷ്ടമായി, അതുകൊണ്ടാ ഇത് ഇത്രയും വേഗം തീരുമാനിച്ചത്. പിന്നെ ഒരുപാട് അറിയുന്നതിലും പഴകുന്നതിലും ഒന്നും അർത്ഥമില്ല. നിധി എന്നല്ലേ പേര് എന്ന് ജയന്തി ചോദിക്കുക. അതെ എന്ന് നിധിയും. അർത്ഥമില്ല നിധി, എന്റെ ആദ്യത്തേത് ഒരു ലവ് മാരേജ് ആയിരുന്നു. എന്നിട്ട് എന്തായി? പണ്ട് കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആദ്യമായിട്ട് കണ്ടുമുട്ടിയവര് എത്രയോ കാലം സുഖമായി ജീവിക്കുന്നുണ്ട് എന്ന് ജയന്തി പറയുന്നത് കേൾക്കെ സുധീഷും സന്തോഷത്തോടെ എക്സാക്ട്ലി ദാറ്റ്സ് എ പോയിന്റ് എന്ന് വിളിച്ചു പറയുകയാ. അത് കേട്ട് നിധി അവനെ ദേഷ്യത്തോടെ നോക്കിയിരിപ്പാ. നിധിയുടെ ദേഷ്യം കണ്ട് സുധീഷും, ആക്ച്വലി ഞങ്ങൾ വന്നതേ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. ഞങ്ങളുടേത് ഒരു ആണുങ്ങളുടെ ഫാമിലിയാ, ഞാനും ചേട്ടനും അനിയന്മാരും അച്ഛനും. അതിന്റെ ഇടയിൽ ഇപ്പോ നിധി മാത്രമാണ് ഒരു സ്ത്രീ ആയിട്ടുള്ളത്. അത് നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ അല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അതെ, ഇത്തരം കാര്യങ്ങളാ പ്രധാനമായിട്ടും സംസാരിക്കണമെന്ന് വിചാരിച്ചത്. എല്ലാവരുടെ മുന്നിൽ വെച്ചും ഇതൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതാ എന്ന് നിധി പറയുന്നുണ്ട്. ആക്ച്വലി ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇതിന്റെ സെക്കൻഡ് മാരേജ് ആണെന്ന് അറിയാലോ. അങ്ങനെയുള്ളപ്പോ ഓപ്ഷൻസ് കുറവായിരിക്കുമല്ലോ. ഡിവോഴ്സ് കഴിഞ്ഞാൽ ഒരു കല്യാണം വേണമെന്ന് വീട്ടുകാർ പറഞ്ഞു. എനിക്കും അത് ശരിയാണെന്ന് തോന്നി. അയാളും വേറെ ആലോചിക്കുന്നുണ്ട്. അയാളെക്കാളും ഒരു ദിവസം മുമ്പേ സെറ്റിൽ ആവണമെന്നൊരു വാശി. അപ്പോഴാ ബ്രോക്കർ ഈ ആലോചനയുമായിട്ട് വന്നത്. അങ്ങനെയാ സുഭാഷിനെ കണ്ടത്. കണ്ടപ്പോ ഓക്കെ ആണെന്ന് തോന്നി. വേറൊന്നും ഞാൻ ആലോചിച്ചില്ലെന്ന് ജയന്തി പറയുന്നതുകൾക്ക് സുധീഷും നിധിയും പരസ്പരം നോക്കുകയും. ആക്ച്വലി എനിക്കും എന്റെ ഹസിനും എക്സിനും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അയാളുടെ വിചാരം അയാളില്ലെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ലെന്ന. പരസ്പരം ഓക്കെ അല്ലെങ്കിൽ പിരിഞ്ഞു പോണം അല്ലേ. ഡിവോഴ്സ് തരാതെ കുറെ നോക്കി, അവസാനമാ സമ്മതിച്ചേ. അയാളെ ഡിവോഴ്സ് ചെയ്താൽ എനിക്ക് ജീവിതം ല്ലെന്നാണ് തോന്നലെങ്കിൽ അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പോ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയെന്ന് വെക്കേ, ഈ കുട്ടിയുടെ ജീവിതം അതോടങ്ങ് തീരുമോ? ഒരിക്കലുമില്ല. ഇവർ ഇവരുടെ വഴിയെ മുമ്പോട്ട് പോകും. അങ്ങനെ പുരുഷന്മാർ ചിന്തിക്കാൻ പാടില്ലല്ലോ. എന്നോട് അയാൾ പറയുക, ഡിവോഴ്സ് കഴിഞ്ഞാൽ നിനക്ക് വേറെ കെട്ടാൻ പറ്റില്ലെന്ന്. ഇക്കാലത്ത് ഫസ്റ്റ് മാരേജ് തന്നെ പാടാ, സെക്കൻഡ് മാരേജ് ഒട്ടും നടക്കില്ലെന്ന്. എന്നാ പിന്നെ അയാളെ അതും കൂടി കാണിച്ചു കൊടുക്കാന്ന് ഞാനും വിചാരിച്ചു. അയാളുടെ കൺമുന്നിൽ വെച്ച് എന്റെ വിവാഹം നടത്തണമെന്ന് ഞാൻ കരുതി. അതും ഡിവോഴ്സ് കിട്ടി ഫസ്റ്റ് വീക്ക് തന്നെ നടത്തണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാ ഈ ആലോചന വന്നത്. അതുകൊണ്ടാ എല്ലാം വേഗം നടത്താമെന്ന് വിചാരിച്ചത്. അയാൾ അങ്ങനെ ജയിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അയാളെ തോൽപ്പിക്കാൻ എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് നടത്തണം. അല്ലാതെ എനിക്ക് ഈ കല്യാണത്തിന് വലിയ ഡ്രീമൊന്നുമില്ല എന്നവൾ പറഞ്ഞു നിർത്തുമ്പോഴേക്കും നിധിക്കും സുധീഷിനുമുള്ള കോഫി എത്തുകയാ. ഞാൻ നേരത്തെ കോഫി ഓർഡർ ചെയ്തിരുന്നു, കോഫി കഴിക്കുമല്ലോ അല്ലേ എന്ന് ജയന്തി അവരോടായി ചോദിക്കുന്നുണ്ട്. ബില്ല് ഞാൻ പേ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ജയന്തി അവരോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അവൾ പോകുന്നത് നോക്കിയിരുന്ന നിധിയെ എന്ന് സുധീഷ് വിളിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ എന്ന് നിധിയും. അവരുടെ എക്സിനോടുള്ള പ്രതികാരം മാത്രമാണോ ഈ വിവാഹം എന്ന് സുധീഷ് ചോദിക്കേ. അതെ, അയാളുടെ മുന്നിൽ ജയിച്ച് കാണിക്കാനുള്ള ഒരു വഴി. അല്ലാതെ ഈ വിവാഹത്തിലോ സുഭാഷ് ഏട്ടനിലോ അവർക്ക് വലിയ പ്രത്യേകതയൊന്നും തോന്നിയിട്ടില്ല എന്ന് നിധിയും പറയുന്നുണ്ട്. പക്ഷേ അവരാദ്യം പറഞ്ഞത് ശരിയാട്ടോ എന്ന് സുധീഷ് പറയേ. എന്ത് എന്ന് നിധിയും. ഈ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആദ്യമായിട്ട് കണ്ട പലരും നല്ല ജീവിതം ജീവിച്ചിട്ടുണ്ട്, അതിന് പഴകേണ്ട കാര്യമില്ലെന്ന്. അല്ല, ഞാൻ പറഞ്ഞതേ അതൊരു പോയിന്റ് എന്ന നിലയിൽ ഓക്കെ അല്ലേ എന്ന് സുധീഷ് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് ആ വിവാഹത്തെക്കുറിച്ച് ചില പ്രതീക്ഷകൾ ഉണ്ടാവും. ഇവർക്കതൊട്ടുമില്ല. സുഭാഷ് ഏട്ടനെ മനസ്സുകൊണ്ട് ഇഷ്ടമായിട്ടാണ് വിവാഹത്തിന് സമ്മതിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാൻ പാടുണ്ട് എന്ന് നിധിയും ടെൻഷനോടെ പറയുകയാ. ശരിയാ, ഇവർക്ക് ഈ കല്യാണം ഒരു റിവഞ്ചാ. നിധിയെ, ഇത് ശരിയാവോ എന്ന് സുധീഷ് ചോദിക്കുക. എനിക്കൊരു പിടിയുമില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മളോട് എന്തു കഴിക്കുമെന്ന് പോലും ചോദിക്കാതെ കോഫി ഓർഡർ ചെയ്ത് പോയിരിക്കുന്നു. ഇങ്ങനെ ഒരാള് സുഭാഷിന് സെറ്റ് ആവോ എന്ന് നിധിയും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇത് സംസാരിക്കേണ്ടത് അവര് രണ്ടുമല്ലേ എന്ന് സുധീഷും ചോദിക്കുക. അവരിനി സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടി അവളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് അല്പം പോലും ഹീലായിട്ടില്ല. അയാളോടുള്ള പകയും ദേഷ്യവുമാ ഇപ്പോഴും അവളുടെ ഉള്ളില്. സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിലേക്ക് വന്നാലും പഴയ ഭർത്താവും സുഭാഷ് ഏട്ടനും തമ്മിലുള്ള കമ്പാരിസൺ ആവും നടക്കാൻ പോകുന്നത് എന്ന് നിധി പറയേ. അപ്പോ ഇനി എന്ത് ചെയ്യുമെന്ന് സുധീഷൻ ചോദിക്കുക. ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ നേരിട്ട് കണ്ടുവെന്ന കാര്യം കൂടി സുഭാഷ് ഏട്ടനോട് പറയാൻ പറ്റില്ല.
വരട്ടെ, നിശ്ചയം കഴിഞ്ഞാലും കല്യാണത്തിന് സമയം ഉണ്ടാവുമല്ലോ, അതിനുള്ളിൽ അവരെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കാമെന്ന് നിധിയും ടെൻഷനോടെ പറയുകയാണ്. രാത്രിയാവുമ്പോൾ നിധുവിന്റെ വീട്ടിലാകിൽ ടിവിയിൽ കോമഡി കുക്സ് കണ്ടുകൊണ്ടിരിക്കുക. ടെൻഷനോടെ റൂമിലിരിക്കുകയായിരുന്ന നിധുവും ഹരീഷുമായി ഉണ്ടായ വഴക്കെല്ലാം ഓർത്തെടുക്കുക. ഹരീഷേ, നിന്റെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞാലല്ലേ നമ്മുടെ കല്യാണം നടക്കൂ എന്ന് നിധു ചോദിക്കുന്നതോ. എടി, അത് മാത്രമാ നിന്റെ പ്രശ്നം. എങ്ങനെയെങ്കിലും നമ്മുടെ കല്യാണം കഴിഞ്ഞു കിട്ടണം. അതിനുവേണ്ടി എന്റെ ചേട്ടന്റെ ജീവിതം എങ്ങനെ തുളഞ്ഞാലും വേണ്ടില്ല അല്ലേ? നിനക്ക് നിന്നെ പറ്റി മാത്രമേ ഒരു വിചാരമുള്ളൂ. ഞാൻ നീ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നതാ. സുഭാഷേട്ടനെ പറ്റി പറയുമ്പോ ചേട്ടന്റെ ജീവിതം എങ്ങനെ തുളഞ്ഞാലും വേണ്ടില്ല, നിന്റെ കാര്യം നടക്കണമെന്നുള്ളൊരു കാര്യമുള്ളൂ നിനക്ക് എന്നൊക്കെ ചിന്തിച്ചവൾ ടെൻഷനോടെ ഇരിപ്പാ. രാത്രി സമയത്ത് അസ്വസ്ഥതയോടെ മുറ്റത്തിറങ്ങി നടന്ന് നിധുവുമായുള്ള വഴക്കിന്റെ കാര്യം ഓർത്തെടുക്കുക ഹരീഷും. അതെ നോക്ക്, നമ്മുടെ കല്യാണം നടന്നാലും നടന്നില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ സുഭാഷേട്ടന്റെ ജീവിതം തകരാറിലാവാൻ പാടില്ല, അത് വളരെ പ്രധാനമാണ് എന്ന് ഹരീഷ് പറയുന്നതും ഇപ്പോൾ സെൽഫിഷ് ആയിട്ട് സംസാരിക്കുന്നത് ആരാ, നീയല്ലേ എന്ന് നീതു ചോദിച്ചതും എടി ഞാനോ, അതെന്നെ അറിയാവുന്ന ആരും പറയില്ല, സ്വാർത്ഥത നിനക്കാ. അതെ, നീ പോവാൻ നോക്കിയേ, അല്ലെങ്കിൽ എനിക്ക് കലി ഇളകുക എന്ന് ഹരീഷ് പറയുന്നതും ഓ അത്രയ്ക്കായില്ലേ, നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നീതു പറയുന്നതും അതെ, അങ്ങനെ വിചാരിച്ചിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്ക് ചെല്ലെന്ന് പറഞ്ഞ് അവളെ ഷോപ്പിൽ നിന്ന് ഇറക്കി വിട്ടതുമെല്ലാം അവൻ ടെൻഷനോടെ ഓർക്കുകയാ. അവൻ തന്റെ മൊബൈൽ എടുത്ത് അപ്പോൾ തന്നെ നീതുവിനെ വിളിക്കുന്നുണ്ട്. നീതുവും അവന്റെ കോൾ കണ്ടെടുക്കാതെ ബെഡിലേക്ക് ഇടുകയാ മൊബൈൽ. അവൾ കോൾ എടുക്കാത്തതിനാൽ ഉറങ്ങിക്കാണോ എന്ന് ഹരീഷും ചിന്തിക്കുന്നുണ്ട്. സംശയത്തോടെ ആലോചിക്കുകയാ. കോൾ കട്ടായതിനു ശേഷം ഹരീഷ് വീണ്ടും വിളിക്കുന്നുണ്ടോന്ന് നീതുവും മൊബൈലും ശ്രദ്ധിച്ചിരിപ്പാ. പിന്നീട് അവൾ മൊബൈൽ എടുത്ത് എടുക്കാതായാൽ വീണ്ടും വിളിക്കില്ലല്ലേ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് ഹരീഷിന്റെ മൊബൈലിലേക്ക് വിളിക്കുക. അവൻ കോൾ എടുക്കുമ്പോഴേക്കും ഒരു തവണ ഫോൺ കട്ട് ചെയ്താൽ വീണ്ടും വിളിക്കില്ലല്ലേ, ഇതൊരു സ്ഥിരം പരിപാടിയാണല്ലോ ഇപ്പോ, വെറുതെ വിളിക്കുന്നെന്ന് ബോധ്യപ്പെടുത്താൻ വിളിക്കുന്നതാണോ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കേ. അല്ല, നീ ഉറങ്ങിയെന്ന് വിചാരിച്ചെന്ന് ഹരീഷും. ഈ നേരത്താണോ ഞാൻ ഉറങ്ങാറുള്ളത്, നിന്നോട് സംസാരിക്കാതെ ഞാൻ ഉറങ്ങാറുണ്ടോ എന്ന് നീതു ഒച്ചവെക്കുന്നത് ടി വി കാണുകയായിരുന്ന അഖിലും ശ്രദ്ധിക്കുന്നുണ്ട്. ഫോൺ വിളിച്ചപ്പോ നീ എവിടെയായിരുന്നു എന്ന് ഹരീഷ് ചോദിക്കേ. ഞാൻ എന്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് നീതുവും. എന്നാ പിന്നെ ഫോൺ എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് ഹരീഷും ചോദിക്കുക. ടിവിയുടെ വോളിയം കുറിച്ച് അഖിലും അവരുടെ വഴക്ക് ശ്രദ്ധിക്കുക. ഞാൻ എടുത്തില്ലെങ്കിൽ എന്താ, നീ തിരിച്ചു വിളിക്കില്ലേ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കെ. എഴുത്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും വിളിക്കണോ, എന്റെ നമ്പർ കണ്ടാ തിരിച്ചു വിളിക്കുമെന്ന് കരുതിയെന്ന് ഹരീഷും. എന്നോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലേ നീ വീണ്ടും വീണ്ടും വിളിക്കും, അതാണ് സിൻസിയർ ലവ്. നിനക്കതില്ല, കടമ നിർവഹിക്കാൻ മാത്രമായിട്ട് ഒരു കോള് ചെയ്യും. അഥവാ ഞാനത് എടുത്തില്ലെങ്കിൽ ആശ്വാസമായി എന്ന് കരുതി ഉറങ്ങാൻ പോവാണോ വേണ്ടത്? അത് ട്രൂ ലവ് അല്ല ഹരീഷെ. എനിക്ക് വേണ്ടി ഞാനിവിടെ അടിയും ചീത്തയും വാങ്ങി സഹികെട്ടാ ജീവിക്കുന്നത്. എന്തൊരു ടോർച്ചറാണെന്ന് അറിയാമോ? സ്വന്തം വീട്ടിലാണോ അതോ വല്ല ശത്രുക്കളുടെ വീട്ടിലാണോ കഴിയുന്നതെന്ന് പോലും എനിക്കറിയില്ല. അത്രയ്ക്ക് പ്രശ്നമാണ് ഇവിടെ, അപ്പോഴാ നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് നീതുവും പറയുകയാ. അയ്യോ നീതു നിർത്ത്, ഞാൻ നീയുമായിട്ട് വഴക്കിടാനുള്ള മൂഡിലല്ല എന്നവൻ പറയേ. ശരി സമ്മതിച്ചു, എന്നാ സോറി പറയുന്ന നീതു. എന്തിന് എന്ന് ഹരീഷ് ചോദിക്കേ. ഞാൻ സെൽഫിഷ് ആണെന്ന് പറഞ്ഞില്ലേ, അതിന് സോറി പറയുന്ന നീതു. അതൊന്നും പറയാൻ പറ്റില്ല എന്ന് ഹരീഷ് പറയേ. കാരണം പറയുന്ന നീതു. നീ ചെയ്തത് തെറ്റാ, അത് തന്നെയാ കാരണം. നിനക്കെപ്പോഴും നിന്റെ ഭാഗത്തുനിന്നുള്ള ചിന്തയേ ഉള്ളൂ. സുഭാഷേട്ടന്റെ പ്രശ്നം നീ ആലോചിച്ച് നോക്കണ പോലുമില്ല. എങ്ങനെയെങ്കിലും സുഭാഷേട്ടന്റെ കല്യാണം നടത്തി നമ്മുടെ കല്യാണം നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് സുഭാഷേട്ടൻ ആരെ കെട്ടിയാലും നിനക്കൊരു പ്രശ്നവുമില്ല എന്നവൻ പറയുന്നത് കേൾക്കെ. ഞാൻ നിന്റെ ചേട്ടന്റെ നല്ലതിനു വേണ്ടിയാ പറഞ്ഞേ, നീ വിചാരിച്ച മീനിങ്ങിലല്ല ഞാൻ അത് പറഞ്ഞത്. അതുപോലെ മനസ്സിലാക്കാതെയാ ഞാൻ സെൽഫിഷ് ആണെന്ന് പറഞ്ഞത്. അതിന് സോറി പറഞ്ഞേ പറ്റുകയുള്ളൂ എന്ന് നീതുവും ഉറപ്പിച്ചു പറയുക. എടി സത്യം പറഞ്ഞാ നീയാ സോറി പറയേണ്ടത്. ഞാൻ ഫോൺ ചെയ്തപ്പോ മനഃപൂർവ്വം ഫോൺ എടുക്കാണ്ടിരുന്ന് എന്താ വീണ്ടും വിളിക്കാത്തെന്ന് പറഞ്ഞ് മെക്കിട്ട് കയറിയവളല്ലേ നീ. ഒന്ന് കേട്ടോ, ഈ ദേഷ്യം കൊണ്ട് ഒരു കാര്യവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് ഹരീഷും ഉറപ്പിച്ചു പറയുക. അത് കേൾക്കെ നീതു വീണ്ടും ദേഷ്യത്തോടെ. അങ്ങനെ ഒരുപാട് നല്ലവനെ പോലെ ഉപദേശിക്കാൻ നിൽക്കല്ലേ. നീ എന്താ എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത് എന്നവൾ ചോദിക്കുന്ന കേൾക്കെ. എന്ന് വെച്ചാ എന്ന് ഹരീഷും. ഓ സെൽഫിഷ് എന്ന് വെച്ചാ എന്താണെന്നറിയാം, സാക്രിഫൈസ് എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ലല്ലേ എന്നവൾ ചോദിക്കെ. അതറിയാമെന്ന് ഹരീഷും. എന്ന് പറ, എന്താ നീ എനിക്ക് വേണ്ടി ഉപേക്ഷിച്ചിട്ടുള്ളത്? നിനക്കെപ്പോഴും നിന്റെ കുടുംബമാ വലുത്. എനിക്ക് വേണ്ടി നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തുമാതിരി മനുഷ്യനാ നീ എന്ന് നീ ചോദ്യങ്ങൾക്ക് ദേഷ്യത്തോടെ. നിർത്തടി, നിന്നോട് സംസാരിക്കുമ്പോഴേ മനുഷ്യന്റെ പിരിയിളകും. എടി എപ്പോഴെങ്കിലും നീ കാര്യമില്ലാതെ വഴക്കിടാതിരുന്നിട്ടുണ്ടോ? രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ എങ്ങനെയെങ്കിലും അടിയുണ്ടാക്കി അവന്റെ ഉറക്കം കളയുന്നത് എങ്ങനെയാണെന്നല്ലേ നീ പകലും മുഴുവൻ ഇരുന്ന് ആലോചിക്കുന്നത്? എടി നീ ദയവ് ചെയ്തൊന്ന് ഫോൺ വെക്കേ, നിന്നോട് സംസാരിക്കുമ്പോ എനിക്ക് കലിയിളകും എന്ന് ഹരീഷും ഒച്ച വെക്കുകയാ. ഇതെല്ലാം കേട്ട് ചിരിയോടെ ഇരിക്കുക അഖിലും. അതേടാ, എന്നോട് സംസാരിക്കുമ്പോ നിനക്ക് കലി ഇളകുന്നതായി തോന്നും എന്നവൾ വീണ്ടും പറയുന്നവൾക്ക്. എടി നിന്നോട് വെക്കാനാ പറഞ്ഞതെന്ന് ഹരീഷും. നീ വിളിക്കുമെന്ന് കരുതി ഇത്രയും നേരം കാത്തിരുന്ന ഞാനാ മണ്ടി നിന്നെ ചെരിപ്പൂരി അടിക്ക വേണ്ടത് എന്നവൾ പറയേ. പുറത്ത് കിടക്കണില്ലേ, അതെടുത്ത് നീ തന്നെ നിന്റെ സ്വന്തം കവളിൽ മാറി മാറി അടിച്ചാ മതി, നിനക്ക് അതിന്റെ കുറവെന്ന് നീതുവും. അത് ശരി, ഇപ്പോഴും ഒരു സോറി പറഞ്ഞ് പ്രശ്നം തീർക്കാൻ നിനക്ക് തോന്നുന്നില്ലല്ലേ എന്ന് നീതു ചോദിക്കുക. എന്റെ പട്ടി പറയും സോറി, വെക്കടി ഫോൺ എന്ന് പറഞ്ഞ് ഹരീഷ് കോൾ കട്ട് ചെയ്യുക. ടെൻഷനോടെ നീതു വീണ്ടും മൊബൈൽ എടുത്ത് വിളിച്ചു നോക്കണോ? വേണ്ട, അവൻ അത്ര വലിയ ഈഗോ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലേ ഞാനും വിളിക്കാൻ പോകുന്നില്ല
എന്ന് പറഞ്ഞവൾ മൊബൈൽ ബെഡിലേക്ക് ഇടുമ്പോഴാണ് അഖിൽ അങ്ങോട്ട് വരുന്നത്. ഇതാ നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. അധികം വൈകാതെ നിന്റെ പ്രേമം പൊട്ടാൻ പോവുക എന്ന് അഖിൽ കളിയാക്കി പറയേ. എന്റെ കാര്യേ ഞാൻ നോക്കിക്കോളാം, താൻ ഇടപെടണ്ടെന്ന് നീതു. ഞാനായിട്ട് ഇടപെടാതെ തന്നെ നിങ്ങൾ അടിച്ചു പിരിയുമെന്ന കാര്യത്തിൽ എനിക്കിപ്പോ ഉറപ്പായി. സന്തോഷായി പെങ്ങളെ, തൃപ്തിയായി. നിന്റെ വാക്കിനവൻ പുല്ലു വിലയാ തരുന്നതല്ലേ. ഇക്കണക്കിന് ഇതൊരു 2 മാസം പോവോ? എടി നിന്നോടാ ചോദിച്ചേ എന്നകിൽ ചോദിക്കുമ്പോഴേക്കും നീതു ദേഷ്യത്തോടെ എഴുന്നേറ്റ് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് പുറത്താക്കി ഡോർ അടയ്ക്കുകയാ. ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാനായി എത്തിയിരിക്കുകയാണ് നിധിയും സുധീഷും. നിധി വേണ്ട സാധനങ്ങളെല്ലാം തിരയുമ്പോഴേക്കും സുധീഷ് കുറച്ച് ചോക്ലേറ്റുമായി അവളുടെ അരികിലേക്ക് വന്ന് നിധി ഇത് വെച്ചോ എന്ന് പറയുന്നുണ്ട്. ഇതെന്തിനാ എന്നവൾ ചോദിക്കേ. നിധിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലേ, വാങ്ങിക്കോ എന്ന് സുധീഷും. എനിക്ക് വേണ്ടെന്ന് നിധി. ഓ അപ്പൊ ബിസ്ക്കറ്റ് ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞ് സുധീഷ് പോകാൻ തുടങ്ങുമ്പോഴേക്കും വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് നിധി. എന്നാ ഞാൻ നൂഡിൽസ് എടുത്താലോ എന്ന് സുധീഷ് ചോദിക്കേ. ആദ്യം ഈ എടുത്തത് തിരിച്ചു കൊണ്ടുചെന്ന് വെക്കാൻ നോക്ക്. എന്താ വാങ്ങിക്കേണ്ടതെന്ന് എനിക്കറിയാമെന്ന് നിധി. ഇതിപ്പോ മിണ്ടിയ ചീത്തയാണല്ലോ. കിടക്കട്ടെ എന്ന് പറഞ്ഞ് തന്റെ കയ്യിലുള്ള ചോക്ലേറ്റ് ആ ബാസ്ക്കറ്റിലേക്ക് ഇടുകയാ സുധീഷ്. അതുകൊണ്ട് സുധീഷും സുധീഷേ നിങ്ങളുടെ അടുത്ത് അത് കൊണ്ടുവെക്കാനല്ലേ പറഞ്ഞത്, അതിന് ഈ ബാസ്ക്കറ്റ് കൊണ്ടുപോകണോ? നടക്കെന്ന് പറഞ്ഞ് അവന്റെ പുറകെ പോവുകയാ നിധി. അതിനിടയിൽ അവിടെ ഒരു ലേഡി എന്തോ തിരിയുന്നത് കണ്ട് എക്സ്ക്യൂസ് മീ എന്താ നോക്കുന്നേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. കാഷ്യൂ എന്നവൾ പറയും. 100 ഗ്രാമോ 200 ഗ്രാമോ എന്ന് സുധീഷും. 100 മതിയെന്ന് അവളും. അവൻ 100 ഗ്രാമിന്റെ കാഷ്യൂ എടുത്തു കൊടുക്കെ അവൾ താങ്ക് യു പറയുകയാണ്. ചിരിയോടെ വെൽക്കം പറയുമ്പോഴേക്കും അവൾ അവിടുന്ന് പോവുകയാ. അതെല്ലാം കണ്ട് നിധിയും അതെ ഇവിടെ സെയിൽസ് ബോയ് ആയി സെലക്ഷൻ കിട്ടിയോ എന്ന് ചോദിക്കേ. അതെന്താ നിധി എന്ന് സുധീഷും. പിന്നെന്താ അത് എന്ന് നിധി ചോദിക്കേ. അതൊരു സാമൂഹ്യ സേവനം എന്ന് സുധീഷും. പെൺപിള്ളേർക്ക് അണ്ടിപ്പരിപ്പെടുത്തു കൊടുക്കുന്നതാണോ സാമൂഹ്യ സഹായം? ആദ്യം ഇത് തള്ളി നടക്കാൻ നോക്കുന്ന നിധി പറയേ. നിധി നടന്നോ, ഞാൻ പുറകെ വന്നോളാം എന്ന് സുധീഷും. അവന് ദേഷ്യത്തോടെ ഒന്ന് നോക്കി നിധി അവിടുന്ന് പോകുമ്പോഴേക്കും സുധീഷും ചിരിയോടെ മനസ്സിലോർക്കുകയാ. അപ്പോ മറ്റൊരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. ഇതാണ് പ്രേമത്തിന്റെ തുടക്കം മോനെ, നിന്റെ വഴി കറക്റ്റാ എന്ന് പറഞ്ഞവൻ ചിരിയോടെ നിൽക്കുമ്പോഴേക്കും മുന്നേ നടന്നു പോയ നിധിയും തിരിഞ്ഞു നിന്ന് എന്താലോചിച്ച് നിൽക്കുക എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. താ വരുന്നു എന്ന് പറഞ്ഞ് ആ ബാസ്ക്കറ്റുമായി അവൻ അവളുടെ അരികിലേക്ക് പോവുകയാ. ഞാൻ പോയിട്ടെ കുറച്ച് പാത്രങ്ങൾ വാങ്ങിയിട്ട് വരാം എന്നവൾ പറയേ. പാത്രങ്ങളോ, അതൊക്കെ വീട്ടിലുണ്ടല്ലോ എന്ന് സുധീഷ്. ഉണ്ട്, ചതഞ്ഞതും പൊട്ടിയതും കുറെ എണ്ണമുണ്ട്. എപ്പോഴെങ്കിലും അടുക്കളയിൽ കയറി നോക്കണം എന്നാലേ അറിയൂ. ആ പാവം സുഭാഷേട്ടൻ കിടന്ന് നരകിക്കാനും നിങ്ങളൊക്കെ ഇരുന്ന് തിന്നാനും. പല പല പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. സ്വന്തം വീട്ടിലേക്ക് എന്താ വേണ്ടതെന്ന് അന്വേഷിച്ചോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അയ്യോ എന്താ വേണ്ടതെന്നുള്ള ലിസ്റ്റ് തന്നാ മതിയായിരുന്നല്ലോ, ഞാൻ മേടിച്ചോണ്ട് വന്നേനെ എന്ന് സുധീഷും. ഇത്രയും കൊല്ലമായിട്ടും ആ വീടും അടുക്കളയും അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, അപ്പോഴൊന്നും തോന്നിയില്ലല്ലോ, ഇനിയിപ്പോ തോന്നണ്ട. വലിയ വാചകം മാത്രം പോരാ എന്ന് പറഞ്ഞ് നിധി അവിടുന്ന് പോവുകയാണ്. അവിടെ പോക്കും നോക്കി അവിടെ പാത്രങ്ങളുടെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ച് നിൽപ്പാ സുധീഷും. പിന്നീട് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഇതിപ്പോ കുറെ ഉണ്ടല്ലോ നിധി എന്ന് സുധീഷ് ചോദിക്കുന്നു. അതെ, സാലറി കിട്ടിയ വാങ്ങാന്ന് നേരത്തെ കരുതിയിരുന്നതാ. പിന്നെ വീട്ടിലേക്ക് ഒരു കുട്ടി കൂടി വരാൻ പോവല്ലേ, അവൾ ഈ പഴയ പൊട്ടിയ പാത്രങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണ്ടല്ലോ. ആ കുട്ടി വരുമ്പോ എല്ലാം നീറ്റായിരുന്ന അതൊരു സന്തോഷല്ലേ എന്ന് നിധി ചോദിക്കേ. അതൊക്കെ ശരിയാണ്, പക്ഷേ ഈ കല്യാണം ഒരു ട്രാപ്പ് പോലെയാ എനിക്ക് തോന്നുന്നതെന്ന് സുധീഷു. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ, പക്ഷേ തെറ്റായ ഒന്നാണ് നടക്കാൻ പോകുന്നതെന്നൊരു തോന്നൽ എന്നവൻ പറയേ. ആ പെൺകുട്ടിയെയും വീട്ടുകാരെയും പറ്റി അന്വേഷിച്ചായിരുന്നു എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ. ആദ്യം അത് ചെയ്യ്, ആ വീടിന്റെ പരിസരത്ത് പോയി കാര്യം അന്വേഷിച്ചിട്ട് വാ. സുഭാഷേട്ടൻ നേരിട്ട് കണ്ടതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അന്വേഷിക്കാതിരിക്കണ്ട എന്ന് നിധി പറയെ. അന്വേഷിക്കാമെന്ന് സുധീഷും. സുഭാഷേട്ടൻ ഒരു പാവ, എന്തേലും പ്രശ്നമുണ്ടെന്ന് തോന്നലുണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ട് മതി കല്യാണം എന്ന് നിധി വീണ്ടും പറയെ. നാളെ തന്നെ നമുക്ക് അതിനുള്ള ഏർപ്പാടുണ്ടാക്കാമെന്ന് സുധീഷും. അവർ വീട്ടിലെത്തുമ്പോൾ ഹരീഷും നികേഷും ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. നിധിയും സുധീഷും സാധനങ്ങളുമായി വീട്ടിലേക്ക് കയറുമ്പോഴേക്കും സുഭാഷേട്ടൻ നികേഷിന്റെ അരികിലേക്ക് വന്ന് എടാ നിനക്ക് ദോശ ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട, കുറച്ചു കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞ് അവൻ സുധീഷിനെ നിധിയും കാണിച്ചു കൊടുക്കുകയാ. അവരെ കണ്ട് എന്തോ ഇത് കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ എന്ന് സുഭാഷേട്ടൻ ചോദിക്കുക. നിധിയെ അടുക്കളയിലേക്കുള്ള മുഴുവൻ പാത്രങ്ങളും വാങ്ങിച്ചിട്ടുണ്ടെന്ന് സുധീഷും. പിന്നെ പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് സുഭാഷേട്ടൻ പറയേ. ആ വളഞ്ഞതും പൊട്ടിയതും ഒക്കെ അല്ലേ, അതൊക്കെ ഇനി കളയാം എന്ന് നിധിയും പറയുന്നുണ്ട്. സുധീഷും സുഭാഷേട്ടാ ഇത് കണ്ടാലേ ഇതാണ് പാത്രങ്ങളെന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂ എന്ന് പറഞ്ഞ് നികേഷിനെ വിളിച്ച് കിച്ചണിലേക്ക് പോവുകയാ സുധീഷ്. പുറകെ നിധിയും സുഭാഷും അടുക്കളയിലേക്ക് പോകുമ്പോഴും ഹരീഷ് ആകെ ടെൻഷനോടെ അവിടെ തന്നെ ഇരിപ്പാ. അടുക്കളയിൽ ചെന്ന് ഓരോ പാത്രങ്ങളും എടുത്ത് വെക്കാൻ തുടങ്ങുമ്പോഴേക്കും ഹരീഷ് ഉമ്മറത്തേക്ക് ചെന്ന് ഇരിപ്പാണ്. ഹരീഷ് കവറിൽ നിന്ന് പാത്രങ്ങളെല്ലാം ഷെൽഫിൽ എടുത്ത് വെക്കാൻ തുടങ്ങുമ്പോഴേക്കും എന്താ ഈ ചെയ്യണേന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇത് എടുത്ത് വെക്കണ്ടേ എന്ന് സുധീഷും. വേണം, അതിനു മുമ്പേ കഴുകി തുടച്ച് വെക്കണമെന്ന് നിധി പറയുന്നത് കേൾക്കെ. പുതിയ പാത്രങ്ങളോ എന്നൊരു ചിരിയോടെ സുധീഷും ചോദിക്കുന്നുണ്ട്. എത്ര ദിവസം പൊടി പിടിച്ച് കിടന്നതാ, ഇത് കഴുകി തുടച്ച് വെക്കണം എന്നവൾ പറയേ. ഓക്കെ എടാ നികേഷേ സുഭാഷേട്ടാ വാ നമുക്കൊരു പിടി പിടിക്കാമെന്ന് പറഞ്ഞ് സുധീഷ് അവരെ വിളിക്കുന്നുണ്ട്. ആരും പിടിക്കാൻ പോകുന്നില്ല, ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ കഴുകി തീർക്കണമെന്ന് നിധിയും. ഒറ്റയ്ക്കോ എന്ന് സുധീഷ് ചോദിക്കേ. അതേ ഒറ്റയ്ക്ക്, എന്താ പറ്റില്ലേ എന്നവൾ ചോദിക്കും.
ചോദിക്കുന്നവൾക്ക് അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് സുധീഷും. എന്നാ തുടങ്ങിക്കോ. ഇതാ തുടയ്ക്കാനുള്ള ടവൽ എന്ന് പറഞ്ഞ് നിധി കൊടുക്കുമ്പോഴേക്കും ആ പെൺകുട്ടിയെ സഹായിച്ചതിനുള്ള റിവഞ്ച് ആണല്ലേ അമ്പടി കള്ളി എന്ന് പറഞ്ഞവൻ ചിരിയോടെ പാത്രങ്ങൾ എടുക്കുമ്പോഴേക്കും എന്താ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അല്ല, ഇതെല്ലാം വൃത്തിയായിട്ട് ചെയ്തു തീർക്കാനേ 1 മണിക്കൂറെങ്കിലും ആവുമെന്ന് പറഞ്ഞതാ എന്നവൻ പറയേ ഓ ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് വേറെ ജോലിക്കൊന്നും പോവാനില്ലല്ലോ എന്ന് നിധി പറയേ സുധീഷ് പാത്രങ്ങൾ കഴുകാനായി തുടങ്ങുകയും സുഭാഷും നികേഷും നിധിയുമെല്ലാം ചിരിയോടെ അവൻ പാത്രം കഴുകുന്നത് നോക്കി നിൽപ്പാ. അത് കഴിഞ്ഞിട്ട് പറയണേ ഇവിടെ ഒരു പാത്രം ഉണ്ടെന്ന് പറഞ്ഞ് നികേഷ് ഒരു പാത്രം ഉയർത്തി കാണിക്കുക. ഉമ്മറത്ത് ടെൻഷനോടെ ഇരിക്കുന്ന ഹരീഷിന്റെ മൊബൈലിലേക്ക് വീണ്ടും നീതി വിളിക്കുന്നുണ്ട്. അവന് കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ എന്താ വേണ്ടതെന്ന് ചോദിക്കുക. ഇഷ്ടമുള്ളവർ തമ്മിൽ വഴക്കടിക്കും, പക്ഷേ ഫോൺ ആരാണോ കട്ട് ചെയ്യുന്നത് അയാൾ തിരിച്ചു വിളിക്കണം. നീയാണ് കട്ട് ചെയ്തത്, എന്നിട്ട് നീ തിരിച്ചു വിളിച്ചോ എന്നവൾ ചോദിക്കേ. എന്തിന്? വീണ്ടും വഴക്കുണ്ടാക്കാനല്ലേ എന്ന് ഹരീഷും. ദേഷ്യപ്പെട്ട് നീ ഫോൺ കട്ട് ചെയ്തപ്പോ തിരിച്ചു വിളിക്കുമെന്ന് കരുതി ഞാൻ ഇവിടെ കാത്തിരുന്നു, അതറിയാവോ എന്ന് നീതു ചോദിക്കേ. ദേഷ്യം പിടിപ്പിച്ചത് നീയല്ലേ എന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട്. ഞാനോ എന്ന് നീതു ചോദിക്കേ. അല്ലാണ്ട് പിന്നെ എന്ന് ഹരീഷും. ഒരു സോറി പറയാൻ പറഞ്ഞതാണോ ഇത്ര വലിയ പ്രശ്നം എന്ന് നീതുവും ചോദിക്കുക. അത് പറയാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ എന്ന് ഹരീഷ് ചോദിക്കേ. അങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിലേ നിന്റെ ലവ് റിയൽ അല്ലെന്ന അർത്ഥം എന്ന് നീതു പറയേ. റിയൽ ആണെന്ന് തെളിയിക്കാനും സോറി പറയാനും എനിക്ക് മനസ്സില്ലെന്ന് ഹരീഷും. അപ്പോ നിനക്ക് ലവ് ഇല്ലെന്നർത്ഥം എന്ന് നീതു പറയുന്നവൾക്ക് ദേഷ്യത്തോടെ ഇരിക്കുന്ന ഹരീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിധിയെ കൊണ്ട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിപ്പിച്ചു എന്ന് ആരോപിച്ച് ഹരീഷും സുധീഷും തമ്മിൽ വഴക്കിടുന്നതും നിധി അവരെ വഴക്കു പറഞ്ഞ് താക്കീത് നൽകുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.